ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാ സ്വയംഭോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സ്വയംഭോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാ തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാധിവാസഃ സാക്ഷീ ചേത കേവലോ നിർഗുണശ്ച സാക്ഷീ ചേത കേവലോ നിർഗുണശ്ച. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. ഞാൻ കാലത്ത് പടുക്കയിൽ നിന്ന് എണീക്കുന്നതിന് മുൻപ് തന്നെ സ്വതവേ ഒന്ന് ചൊല്ലും, അല്ലെങ്കിൽ പാടുന്നില്ല. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ഗുരു ജയ ജയ ഗുരു ഗുരു. ഇങ്ങനെ പാടിയിട്ടാണ് എണീക്കാറുള്ളത്. നമുക്കൊരു 3 തവണ ഓങ്കാരം ജപിക്കണ്ടേ? എല്ലാവരും അതിന് തയ്യാറല്ലേ? സാധാരണ എന്നെ കണ്ടാൽ തയ്യാറാവണമല്ലോ. അപ്പോൾ എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കും, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കും, എന്നിട്ട് കണ്ണടയ്ക്കുക. ഇനി വേണ്ടത് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ 3 തവണ ഓങ്കാരം ജപിക്കാം. ആ ജപിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കൂട്ടജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹവർഷങ്ങൾ ഇവിടെയുള്ള ജീവജാലങ്ങളിലെല്ലാം ചൊരിയണം എന്നൊരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ വേണം. പ്രാർത്ഥനയല്ല, സങ്കല്പമാണ്. നിങ്ങളാണ് ജപിക്കണത്. ആ ജപം എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. അതാണ് അത്. പ്രാർത്ഥനയല്ല എന്നാണ് പറയണത്, സങ്കല്പം. എല്ലാവരും കണ്ണടച്ചോ? ഇതാ ഓ പതിവ് പോലെ എന്നെക്കൊണ്ട് കുറച്ച് ഉയർത്തി സംസാരിപ്പിക്കും. എന്താ നിങ്ങളിവിടെ കിടന്ന് ഉറങ്ങുക? ഒന്ന് നല്ലപോലെ ജപിക്കും. എൻ്റെ ശബ്ദം അടഞ്ഞ മട്ടാണല്ലോ. അതിന് പകരം എല്ലാവരും അസലായിട്ട് ഓ തൽക്കാലില്ല. ഒന്നും കൂടി നന്നായിക്കോട്ടെ.
ഭാരതജനനിയുടെ സത്പുത്രിമാരെ നമ്മുടെ സംസ്കാര കുതുകികളെ, പ്രത്യേകിച്ചും ജ്ഞാന കുതുകികൾ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്തിനാണോ കൂടിയിരിക്കുന്നത് അത് ഇനി നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നിഗമകൽപ്പതരുവായ ശ്രീമദ് ഭാഗവതം. നിഗമകൽപ്പതരു എന്ന് വെച്ചാൽ വൃക്ഷം. കൽപ്പകവൃക്ഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇംഗ്ലീഷിൽ വിഷീൽഡിങ് ട്രീ എന്നാണ് പറയുക. കാമധേനുവും അതുപോലെ ഒന്നാന്നാ പറയുക. നമ്മുടെ മനസ്സിലുള്ള അഭിലാഷം എന്തോ അത് നമുക്ക് നിർവഹിച്ചു തരുന്നത് അങ്ങനെ ഒരു കൽപ്പകവൃക്ഷം. നിഗമം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ഒരു പര്യായ ശബ്ദമാണത്. ആ നിഗമകൽപ്പതരു അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ഭാഗവതത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, നിഗമകൽപ്പതരോർ ഗളിതം ഫലം. അപ്പോൾ തരുവിൻ്റെ ഫലം മാത്രമല്ലാതെ ഒരു വൃക്ഷത്തിന് പഴങ്ങളോ കായകളോ ഉണ്ടാവണമെങ്കിൽ അവിടെ വൃക്ഷം വേണമല്ലോ. അപ്പോൾ വൃക്ഷം മുകളിലും പഴം ചോട്ടിരുന്നല്ല. നമ്മുടെ ശ്രീമദ് ഭാഗവതം തന്നെ ഒരു വേദകൽപ്പതരുവാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഫലം അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തെ നിഗമകൽപ്പതരുവാണ്. അങ്ങനെ മനസ്സിലാക്കണം, ഗ്രഹിക്കണം, ഉൾക്കൊള്ളണം. അതിൽ പറയുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ ആത്മസാത്കരിക്കണം എന്നാണ് ഉദ്ദേശം. അങ്ങനെ ആയാൽ അത് കൽപ്പകവൃക്ഷം എങ്ങനെയോ അതുപോലെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം എന്ന് പറയുമ്പോൾ എത്ര എണ്ണം നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറയാമോ? എല്ലാവർക്കും ഒരു നോട്ട് പുസ്തകം എടുത്ത് കൊണ്ടുവരേണ്ടി വരും. എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടത് ഒന്നേ ഉള്ളൂ എന്ന്. എന്താണത്? സുഖം, സന്തോഷം, സാഫല്യം, സൗഖ്യം, സംതൃപ്തി. ഇതാണ് ആവശ്യം. ഇങ്ങനെ എന്ത് ഭാഷ നിങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് തൃപ്തി സന്തോഷമാണ്. വിവാഹം കഴിച്ചാൽ സന്തോഷം, കുട്ടി ഉണ്ടായാൽ സന്തോഷം, വീട് കെട്ടിയാൽ സന്തോഷം, പേരക്കിടാങ്ങൾ ഉണ്ടായാൽ സന്തോഷം, കുട്ടികൾ പരീക്ഷയിൽ പാസ്സായി മേപ്പെട്ട് കയറിപ്പോയാൽ സന്തോഷം. എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ളത് സന്തോഷം മാത്രമാണ്. ആ സന്തോഷം വേണ്ടത്ര നമുക്ക് കൈവശപ്പെട്ടു, നമുക്ക് കൈക്കലാക്കി എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആവശ്യമില്ലല്ലോ. ആ സന്തോഷവും സംതൃപ്തിയും സൗഭാഗ്യവും സാഫല്യദീപ്തിയും നൽകുന്നതാണ് ശ്രീമദ് ഭാഗവതം. എന്നാൽ ശ്രീമദ് ഭാഗവതത്തിലാണോ ഇതിൻ്റെ തുടക്കം എന്ന് ചോദിച്ചാൽ അല്ല. ഇതിൻ്റെ തുടക്കം അനാദിയായിരിക്കുന്ന വേദങ്ങളിലാണ്. ആ വേദമാണ് വാസ്തവത്തിൽ ഒരു കൽപ്പതരു. ആ കൽപ്പതരു തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഈ സഭാനികേതൻ ഉണ്ടായത് തന്നെ വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതത്തെ ചൊല്ലിയാണ്. അതിൽ നടക്കുന്നതെല്ലാം തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ അധിഷ്ഠിതമാകണം എന്നതാണ് ഒരു ഉദ്ദേശം. ഇങ്ങനെ ഒരു ശീർഷകത്തിൽ നാം ഇവിടെ സംസാരിച്ചിരിക്കുന്നത് ആദ്യമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. നിഗമകൽപ്പതരുവായ ശ്രീമദ് ഭാഗവതം. അപ്പോൾ നമ്മുടെ ഈ സംസാരത്തിൽ നിന്ന് എല്ലാവർക്കും വളരെ ബോധ്യമാകണം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നമ്മുടെ അനാദിയായിരിക്കുന്ന വേദങ്ങളെ കൽപ്പതരുവായി പരിഗണിക്കുന്ന പക്ഷം ആ കൽപ്പതരുവാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതം. അതങ്ങനെ തന്നെയല്ലേ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഘടനയും അതിലുള്ള അവതരണങ്ങളും അതിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഉപദേശങ്ങളും എല്ലാം തന്നെ ഈ കൽപ്പതരു ഫലം എന്നുള്ള നിലയ്ക്കാണോ എന്നുള്ളതാണ് ഇവിടെ പ്രവക്താക്കൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വിഷയം. ഇതിലെ ചർച്ച വേണ്ടതുപോലെ നടക്കുന്ന പക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശ്രീമദ് ഭാഗവതത്തിന് പുതിയ ഒരു അർത്ഥവും പുതിയ ഒരു വ്യാപ്തിയും പുതിയ ഒരു ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ
ഒരു ശക്തിയൊക്കെ അതിൽ കാണുന്നതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഈ 2-3 ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും കേട്ട് തീരുമാനിച്ചോളൂ. ശ്രീമദ് ഭാഗവതത്തിലെ ശരിയായ സന്ദേശം എന്താ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണം. ഈ വേദം എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ നിന്നുണ്ടായതാണ് എല്ലാം എന്ന് വെച്ചാൽ നമുക്കുള്ള അറിവും നമുക്കുള്ള അനുഭവവും നമുക്കുള്ള ലക്ഷ്യവും മൂല്യവും എല്ലാം തന്നെ വേദങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണ്. വേദങ്ങൾ എന്തുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നുണ്ടായി ആര് വേദം പഠിച്ചവരുണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ പറയും, എനിക്ക് എൻ്റെ ഗുരുവിൽ നിന്ന് പറഞ്ഞു കേട്ട് കിട്ടിയതാണ്. പറഞ്ഞു കേട്ട് എന്നാണ് ആരും പറയുക. ആരോട് ചോദിച്ചാലും എനിക്ക് കിട്ടിയത് പറഞ്ഞു കേട്ടാണെന്ന്. അപ്പോൾ ഈ തുടക്കം എവിടെയാ? ആർക്കും അറിയില്ല. എല്ലാവരും കേട്ടു പഠിച്ചതാ. അപ്പോൾ ആദ്യം പറഞ്ഞ ആളാന്ന് ചോദിച്ചാൽ ആരാളാന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ ആൾ ആരാണെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. അതാണ് അതിനെ അനാദി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ വേദങ്ങൾ പ്രതിപാദിക്കുന്ന പരമ്പൊരുളുണ്ടല്ലോ, അതിനും ആദിയില്ലാത്തതാണ്. ആ വേദമാകെ ഉപനിഷത്ത് പ്രതിപാദകമത്രേ. ഉപനിഷത്തുകളാണ് ഈ വേദത്തിൽ പ്രതിപാദിക്കുന്നത്. സാധാരണ ഒരു വാക്ക് പറയും, എന്ത്? തിലേഷു തൈലവത് വേദേഷു വേദാന്തഃ സംപ്രതിഷ്ഠിതഃ. എള്ളിലെണ്ണ പോലെ വേദങ്ങളിൽ മുഴുവൻ വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ വേദങ്ങളെ മുഴുവനും ഉപനിഷത്ത് പ്രതിപാദകമായി കണക്കാക്കേണ്ടതാണ്. ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞ വാക്കിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, ഉപനിഷാദയതി സർവ അനർത്ഥകര സംസാരം വിനാശയതി എന്നൊരർത്ഥം പറയും അതിന്. എല്ലാ വിധത്തിലുള്ള അനർത്ഥങ്ങളും നൽകുന്ന ഈ സംസാരമുണ്ടല്ലോ, പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം, അതിനെ ഇല്ലാതെയാക്കി തീർക്കുന്നതാണ് ഉപനിഷത്ത്. വേറെ ഒരർത്ഥം എന്താ പറയുക? ഉപാന്ന് വെച്ചാൽ സമീപത്തിൽ, നിഷദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പോൾ സമീപത്ത് അടുത്തിരുന്ന് വായിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന്. ആരുടെ അടുത്ത് ചെന്നിരിക്കണം? സദ്ഗുരുവിൻ്റെ അടുത്ത്. അത് ഉപദേശിക്കാൻ സാധിക്കുന്ന ഒരാൾ, അതിനുള്ള അർഹത, അനുഭവം, മനസ്സ് എല്ലാമുള്ള ഒരു ഉപദേഷ്ടാവിൻ്റെ അടുത്ത് ചെന്ന് അടുത്തുകൂടി അങ്ങോട്ട് വായിച്ച് അദ്ദേഹം പറഞ്ഞു തന്നാൽ മനസ്സിലാകും. അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വരില്ല. സാധാരണ നല്ല ആശ്രമങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ, ചാതുർമാസ്യം എന്ന് പറഞ്ഞൊരു കാലാവധിയുണ്ട്. ആ കാലാവധിക്ക് ഈ ഉപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവുമെല്ലാം ഒരു തവണ വായിച്ച് ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നത് ചർച്ച ചെയ്യണം എന്നൊരു സമ്പ്രദായമുണ്ട്. അങ്ങനെ ഗുരുവിൻ്റെ അടുത്തിരുന്ന് വായിച്ചാൽ മനസ്സിലാക്കുന്നതാണ് എന്നാണ് വേറൊരർത്ഥം. തിലേഷു തൈലവത് വേദേഷു വേദാന്തഃ സംപ്രതിഷ്ഠിത. ഈ വേദത്തിൽ പ്രതിപാദിക്കുന്നതൊക്കെ എന്താ? ഒരൊറ്റ വാക്കാ, 2 അക്ഷരമേ ഉള്ളൂ. ബ്രഹ്മ. എന്നല്ല, എന്ന് പറയുമ്പോൾ 2 അക്ഷരമായിട്ട് തോന്നും. അതുകൊണ്ട് ഹാ മാ എന്നുള്ളതിനെ തിരിച്ചിടണം, മാ ഹാ മാക്കണം. അപ്പോൾ ബ്രഹ്മം മം. ആ ബ്രഹ്മം എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത്. ആ ബ്രഹ്മത്തെയാണ് ആത്മാ എന്ന് നമ്മുടെ ഉള്ളിലുള്ളത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഈശ്വരനും ഭഗവാനും പരമേശ്വരനും ഒക്കെ. ബ്രഹ്മതി എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുന്നു എന്ന്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്, ഈ വിശ്വം വർദ്ധിക്കുകയാണത്രേ, അതിൻ്റെ പരിധിയൊക്കെ നീണ്ടുപോവാന്ന്. അപ്പോൾ ആരാ ഈ വർദ്ധിപ്പിക്കുന്നത്? എന്താ വർദ്ധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പരബ്രഹ്മമാണ് ഈ വർദ്ധിച്ച് കാണുന്നത്. ഈ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ 3 ശ്ലോകമുണ്ട്. ആ 3 ശ്ലോകത്തിൽ അതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൊണ്ട് എന്താണ് പ്രയോജനം, മുഴുവനും അതിൽ കാണും. അതിൽ 2 ശ്ലോകം ഉണ്ടല്ലോ, ആദ്യത്തത് വിട്ടാൽ 2, 3 എൻ്റെ അഭിപ്രായത്തിൽ അത് വ്യാസദേവൻ രചിച്ചതല്ല എന്നാണ്. രചിച്ചത് ആരോ ആവട്ടെ, അത് ശ്രീമദ് ഭാഗവതത്തോട് പറ്റിപ്പിടിച്ച് കിടക്കുന്നതാണ്. അപ്പം അതിന്
അതിൻ്റെ ഉടമസ്ഥനോ രചയിതാവോ ആരാണെങ്കിലും അതിൻ്റെ സന്ദേശവും സ്ഥാനവും ഒക്കെ വളരെ പ്രസക്തമാണ്. എന്താ സ്വാമിജി അങ്ങനെ പറയണേ എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംവാപരൈ. എനിക്കത് വായിക്കുമ്പോൾ ഒരു കുത്തൽ വരിക. എന്താ അത്? ശ്രീമദ് ഭാഗവതമുള്ളപ്പോൾ വേറെ ശാസ്ത്രങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാന്ന്. അങ്ങനെ ഒരു വാക്ക് വ്യാസദേവന് പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം തന്നെ പലതും എഴുതിയിട്ടുണ്ടല്ലോ. ബാക്കിയൊന്നും വേണ്ടെന്നാണോ പറയണത്? മഹാഭാരതം എഴുതിയിട്ട് പറഞ്ഞത് എന്താ? ലോകത്തിലുള്ളത് മുഴുവൻ ഇതിലുണ്ട്, ഇതിലില്ലാത്തത് ഒരു സ്ഥലത്തും ഇല്ലാന്നാണ്. അതും പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഈ ശാസ്ത്രമുള്ളപ്പോൾ വേറെ ഒന്നും എന്തിനാന്നുള്ളൊരു ചോദ്യം ഒരു പക്ഷേ അദ്ദേഹം ചോദിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മൂന്നാമത്തതോ, നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം എന്നാണ് പറയുന്നത്. ഈ കൽപ്പതരുവിൽ നിന്ന് വീണ ഫലം വെറുതെ വീണതല്ല. ശുഗൻ എന്നുള്ള വാക്കിന് തത്ത എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ തത്ത കൊത്തി നോക്കിയിട്ടുള്ള ഫലത്തിന് സ്വാദ് കൂടും. അപ്പോൾ ശുഗൻ പറഞ്ഞിട്ടാണല്ലോ പരീക്ഷിത്ത് കേട്ടത്. അപ്പോൾ വ്യാസമഹർഷി എഴുതി ഉണ്ടാക്കിയത് പറഞ്ഞു കൊടുക്കാൻ ഒരു ഡബിൾ പരമഹംസനായ ശുഗമഹർഷി അവിടെ എത്തി. അദ്ദേഹം സ്വമേധയാ വന്നു ചേർന്നതാണ്. പ്രായോപവേശമുണ്ട്, നടക്കണമെന്നൊക്കെ കേട്ടപ്പോൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. എന്നാൽ അവിടെ പൊയ്ക്കളയാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തോന്നി. വന്നപ്പോഴാണ് സ്ഥിതിഗതികളൊക്കെ മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തപ്പോൾ ആ നാവിലത്തെ രസമൊക്കെ അതിൽ കൂടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓറഞ്ച് ആപ്പിളൊക്കെ മേടിക്കാറില്ലേ? അതിൽ ചില ഓറഞ്ചിലും ചില ആപ്പിളിലും ചില വടുക്കളൊക്കെ കാണും, നീണ്ട തൊലിയൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങൾക്കത് കണ്ടാൽ തോന്നും, ഇതെനിക്ക് വേണ്ട, മുഴുമയുള്ളത് മതിയെന്ന്. പക്ഷേ ഇനി ആ അബദ്ധം നിങ്ങൾക്ക് പണയരുത്. അങ്ങനെ വടുക്കൾ കണ്ടാൽ അത് പ്രത്യേകിച്ച് മേടിച്ചോളൂ, അതിന് സ്വാദ് കൂടും. അത് തേനീച്ച വന്ന് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മധുരരസം കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ആ വടു അവിടെ ഉള്ളത്. അതുപോലെ ശുഗമഹർഷിയുടെ മുഖത്തിൽ നിന്ന് ആ മുഖരസം കൂടിച്ചേർന്ന് വന്നതുകൊണ്ടാണ് പരീക്ഷത്തിന് ഇത്രയധികം ഫലമുണ്ടായത്. പിന്നെ വേദവ്യാസ മഹർഷി എഴുതിയതിന് ശേഷമാണല്ലോ ശുഗമഹർഷി അത് വായിച്ചിട്ടുള്ളത്, കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വേദവ്യാസൻ പറയുക ശുഗമുഖാത് അമൃതദ്രവ സംയുതം എന്ന്? നടന്നിട്ടില്ലല്ലോ സംഭവം. അതാണ് ഞാൻ ഈ ആദ്യത്തെ 3 ശ്ലോകത്തിൽ 2 വ്യാസൻ്റെ രചിച്ചതാവില്ല എന്ന് പറയണത്. നിഗമകൽപ്പ തരുവാണോ വേദം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കിത് പറയണത് ഇഷ്ടമുണ്ടോ? മനസ്സിലാക്കണോ? എന്താ മിണ്ടാതെ? 1-2 ആൾ അവിടെ നിന്ന് ഇവിടുന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ പോയിക്കളെ. നിഗമം എന്ന വാക്കിന് എന്താ അർത്ഥം? വേദങ്ങൾ എന്നാണ് അർത്ഥം. നിഗമ്യതേ ന്യായതേ അനേന ഇതി. നിഗമ് എന്നുള്ള ധാതുവിൽ നിന്നുണ്ടായതാണ്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്തിലേക്ക് ആരെങ്കിലും വഴി പറഞ്ഞ് കൊണ്ടുപോയാലേ പോകാൻ പറ്റുള്ളൂ. അതേമാതിരി ഈ വേദങ്ങളിലും നമ്മുടെ ശാസ്ത്രങ്ങളിലും പ്രത്യേകിച്ച് ഉപനിഷത്തുകളിൽ പറയുന്ന പ്രതിപാദ്യമുണ്ടല്ലോ, അതിലുള്ള തത്വമാണെങ്കിൽ തത്വം, മൂല്യമാണെങ്കിൽ മൂല്യം, സിദ്ധാന്തമാണെങ്കിൽ സിദ്ധാന്തം, ലക്ഷ്യമാണെങ്കിൽ ലക്ഷ്യം, ഇതൊക്കെ ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അറിവ് വേണം. ആ അറിവുള്ളവരെ അത് പറഞ്ഞു തരുള്ളൂ. ആ അറിവുള്ളതാണ് ഈ വേദം. നമ്മളെ വേണ്ടതുപോലെ അറിയിപ്പിക്കുന്നു, ഉണർത്തിക്കുന്നു, ഉദ്ബോധിപ്പിക്കുന്നു, ചെന്നെത്തേണ്ടിടത്തിലേക്ക് എത്താൻ സഹായിക്കുന്നു, നയിക്കുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം. മനുഷ്യൻ എപ്പോഴും അറിവുള്ളവനാണ്. അറിവുള്ള മനുഷ്യന് അറിവ് മാത്രമേ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. അത് കൊടുത്ത് അത് കൈക്കലാക്കിയാൽ പിന്നെ മനുഷ്യൻ തന്നെ ചെയ്തോളും. ജ്ഞാനനീതരാണ് മനുഷ്യരെല്ലാം തന്നെ, മൃഗങ്ങളെ പോലെയല്ല. കണ്ണ് തുറന്ന് നോക്കി എവിടെ കാലടി വയ്ക്കണമെന്ന് നോക്കി കണ്ടെത്തി അങ്ങനെയല്ലേ നമ്മൾ നടക്കണത്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തിലേക്കും ചെന്നെത്തിക്കോളും. എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ, പറഞ്ഞാൽ ഈ മനസ്സിലാവില്ല. നമുക്ക് 2 വരി പല്ലുണ്ട്, 32 പല്ലാണ്. ഈ 2 വരി പല്ല് എന്തിനാന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാൻ പെട്ടെന്ന് സാധിക്കുമോ? ഞാൻ അതിന് പുറപ്പെടുന്നില്ല. എന്തിനാ ഈ 2 വരി പല്ല്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേവിച്ചതാണെന്ന് പറഞ്ഞ് വിഴുങ്ങരുത്. ഓരോ കവിളവും വായിലിട്ട് എത്രത്തോളം നേരം ചവയ്ക്കാൻ പറ്റുമോ ചവയ്ക്കണം.
ആ ചവയ്ക്കുന്നതിന് പല്ല് വേണമല്ലോ, പ്രത്യേകിച്ച് കടപ്പല്ല്. ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണ്. ആർക്കെങ്കിലും അറിയാമോ അത്? വായിൽ നിന്നാണ് ദഹനം തുടങ്ങുന്നത്. എല്ലാവരും വിചാരിക്കരുത് കുടലിൽ നിന്നാണെന്ന്. ആ ഭക്ഷണത്തിൻ്റെ രസം വായിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. തൊണ്ടയ്ക്ക് കീഴെ പോയാൽ അതിന് പിന്നെ രസമില്ല. വീട്ടിലുള്ളവർ എത്ര കഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കണത്. അത് എന്നും പറഞ്ഞ് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് 7 മിനിറ്റിൽ വിഴുങ്ങി ഭക്ഷണം കഴിക്കുന്ന മാതിരി കഴിച്ചൊരു ഓട്ടം കൊടുക്കും. ഇത് ആർക്കാ അതിൽ തൃപ്തി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത്തിരി വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കുമ്പോൾ ഒരു 15-20 തവണയെങ്കിലും ഞാൻ ചവയ്ക്കാറുണ്ട്, എത്ര നല്ല വേവിച്ചതായാലും. അപ്പോൾ ദഹനം തുടങ്ങുന്നത് വയറ്റിൽ നിന്നാണ്. ഇതൊരു പുതിയ അറിവാണ്. പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ബ്രഷ് കൊണ്ട് പല്ല് തേച്ച് വായ കഴുകി പോന്നാൽ പോരാ. ഈ വിരൽ കൊണ്ട് പല്ലിൻ്റെ മുകളിലുള്ള തൊണ്ണുണ്ടല്ലോ, ആ തൊണ്ണിനെ നല്ലപോലെ തലോടണം. ഞാൻ എങ്ങനെയോ ചെറുപ്പകാലം മുതൽക്ക് പഠിച്ചിട്ടുണ്ടത്. അമ്മ പറഞ്ഞതാവുന്ന, അമ്മ ചെയ്യണത് കണ്ടിട്ടാവുന്ന തോന്നുന്നത്. പിന്നെ ഡോക്ടർമാർ പറയുക ഇത് വളരെ വിശേഷമാണ്. പല്ലിനല്ല, തൊണ്ണിനാണ് ആരോഗ്യം. തൊണ്ണാണ് പല്ലിനെ സംരക്ഷിച്ച് നിർത്തുന്നത്. ഇതിപ്പോൾ പറഞ്ഞു തന്നാലല്ലേ അറിയുള്ളൂ. അപ്പോൾ പറയാത്തതൊന്നും എല്ലാ സമയത്തും അറിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് പറയാണ് വിദ്യാവിഹീന പശുഹൂന്ന്. വിദ്യയില്ലാത്തവൻ വെറും മൃഗം, പശുവിന് തുല്യമാണെന്ന്. നമ്മുടെ അറിവിന് വേദം എന്തിനെന്ന് നിങ്ങളൊരു ചോദ്യം ചോദിക്കും. വേദം വേണം. അപ്പോൾ വേദമില്ലാത്ത നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അറിവല്ലേ? ആ അറിവ് പോരേ സ്വാമിജി? പോരാ. ചെറുപ്പകാലം കിൻഡർഗാർട്ടൻ മുതൽക്ക് നമ്മളെ പഠിപ്പിച്ച് പോസ്റ്റ് ഡോക്ടറേറ്റ് വരെ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പുകൾ മുഴുവൻ ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളെക്കുറിച്ചാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖേന എന്തിനെ കാണുന്നുവോ ആ വസ്തുക്കളെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ കാഴ്ച നടക്കുന്നത് എവിടെയാണ് കാഴ്ച നടക്കണേ? കണ്ണിലല്ല, ശരീരത്തിലുമല്ല, പുറത്തുമല്ല, ശരീരത്തിൻ്റെ ഉൾത്തലത്തിലാണ്, മനോബുദ്ധി തലത്തിലാണ് കാഴ്ച. അപ്പം നാം കാണുന്നത് മുഴുവൻ ആന്തരമോ ബാഹ്യമോ? ഒറ്റ ആളും ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭേദം നിശ്ചയമായിട്ടും വേണമല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നില്ലല്ലോ. എല്ലാ കാഴ്ചയും അനുഭവം എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉള്ളിലാണ്. പുറമേ നിന്ന് ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് കിടക്കില്ല, ഒക്കെ പുറമെ നിൽക്കുകയുള്ളൂ. ആ ഉൾത്തലത്തിലാണ് നമ്മുടെ അനുഭവം മുഴുവനും. ആ ഉൾത്തലത്തിനെ പറ്റി ഒരക്ഷരം സംസാരിക്കില്ല, പറയൂല. 1ാം ക്ലാസ് മുതൽക്ക് പോസ്റ്റ് ഡോക്ടറേറ്റ് വരെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് മുഴുവൻ വിഷയമണ്ഡലത്തിനെ കുറിച്ചാണ്. പക്ഷേ വിഷയമണ്ഡലാനുഭവവും അത് ഉണ്ടാക്കി തീർക്കുന്നതിൽ വിഷയി എന്ന് പറയുന്ന സബ്ജക്റ്റ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള തലത്തിലാണ്. ഈ ലോകം മുഴുവനും നാം കാണുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ശരീരം പരിമിതമാണ്, എന്നാൽ ഈ ലോകമോ അപരിമിതമാണ്. ആ പരിമിതമായ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവനും ഉള്ളിൽ നാം അനുഭവിക്കുന്ന സമയത്ത് ആ ഉള്ളിൻ്റെ മഹത്വം എത്രയുണ്ട്, അളവ് എത്രയുണ്ട്, ആഴം എത്രയുണ്ട്, വിശാലത എത്രയുണ്ട്, ഗാംഭീര്യം എത്രയുണ്ട്, ഇത് ഏതെങ്കിലും ഒരു മാസ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വേണം? വേദങ്ങളുടെ അടുത്ത് വരണം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് നമുക്ക് വികസിക്കേണ്ടത്, പവിത്രമാകേണ്ടത്, ഉദാത്തമാകേണ്ടത്, ഉത്കൃഷ്ടമാകേണ്ടത്, അതിസൂക്ഷ്മമാകേണ്ടത്, സമ്പന്നമാകേണ്ടത്, ശ്രേയസ്കരമാകേണ്ടത് ഉള്ളിലുള്ള വ്യക്തിത്വമാണ്. ഈ ശരീരം 21 വയസ്സ് വരെ വളരുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ക്ഷയമാണതിന്. നമ്മൾ 50-60 കൊല്ലം പിന്നെ ജീവിച്ചു എന്ന് വരാം. ഈ 50-60 കൊല്ലക്കാലം നമ്മുടെ ശരീരത്തിൽ വളരുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറയും. ശരീരത്തിൻ്റെ വളർച്ച കഴിഞ്ഞു 21ാം വയസ്സിലെന്നുണ്ടെങ്കിൽ പിന്നത്തെ 50-60 കൊല്ലം വളരേണ്ടത് എന്താ? മനസ്സ്. വളരുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് പറയും. 40, 50, 60 കൊല്ലക്കാലം എന്നോടൊന്ന് പറയൂ. ഞാൻ ഇത്ര വളർന്നിട്ടുണ്ട് സ്വാമിജി, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയില്ല എത്ര അധികം വളർച്ചയുണ്ടെന്ന്. ഒരൊറ്റ ആളും പറയില്ല. അപ്പം നമ്മുടെ ഉൾ വ്യക്തിത്വമാണ് സർവ്വ അനുഭവങ്ങളും അറിവും രചിക്കുന്നത്. അതിനെ പുഷ്ടിപ്പെടുത്താൻ
അതിന് ആരോഗ്യം നൽകാൻ, അതിന് സൂക്ഷ്മതയുണ്ടാക്കാൻ, ദിവ്യത്വം ഉണ്ടാക്കാൻ, അതിനെ സാഫല്യപ്രദമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ് അത് മുഴുവനും നമ്മുടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമാണ്. വൈകാരികമായിരിക്കുന്ന മനസ്സ്, യുക്തിസഹമായിരിക്കുന്ന ബുദ്ധി, കാര്യങ്ങളെയെല്ലാം ഏകീകരിച്ച് ക്രോഡീകരിച്ച് അസർട്ട് ചെയ്യുന്നതായ ഈ ഇഗോ, ഈ മൂന്നും കൂടി ചേർന്നതാണ്. ഈ ബാഹ്യവസ്തു ജ്ഞാനം കൊണ്ടായില്ല, നമുക്ക് ആന്തരജ്ഞാനവും കൂടി വേണം. നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ എന്തെല്ലാം പെടുന്നു, അതിൻ്റെ കഴിവ് എത്രത്തോളമുണ്ട്, കുശലത എത്രത്തോളമുണ്ട്, അതിനെ പുഷ്ടിപ്പെടുത്തുന്നത് എങ്ങനെ, അതിൻ്റെ വൃദ്ധി വികാസങ്ങളൊക്കെ എന്താ, ഔന്നത്യം എന്താ, ഔത്കൃഷ്ട്യം എന്താ, ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കണം. അതിനൊക്കെ ഈ വേദമുണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ വേദങ്ങൾ എന്താ നമ്മളോട് പറയുക? നമുക്ക് അറിയാൻ കഴിയാത്ത സംഗതികളുണ്ട്, അന്യഥ അറിയാൻ കഴിയാത്തത്. അതെന്താ? എടോ മനുഷ്യ, താൻ ശരീരമല്ല. ആ, ഞാൻ ശരീരമല്ലേ? പിന്നെന്താ? ഒന്നും കാണാനില്ലല്ലോ, എൻ്റെ അമ്മ പെറ്റത് തന്നെ ശരീരമാണല്ലോ. എടോ, താൻ ശരീരമല്ല, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യം ഉൾസാന്നിധ്യമാണ്. അതിനെയാണ് ഞാൻ എന്ന് പറയണത്. ശരീരം ഭക്ഷണം കൊണ്ടുണ്ടായതാ, ജഡമാണ്. അതിന് ഒരനുഭവം ഒരറിവും ഉണ്ടാക്കാനുള്ള ശക്തിയില്ല. എന്നാൽ എപ്പോഴും നമ്മൾ അനുഭവിക്കണു, അറിയണു. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എണീക്കണത്. ഞാൻ എന്ന് പറയുന്നത് അനുഭവം, അറിവോ, അതോ ശരീരത്തിൻ്റെ ഒരു ഭാഗമോ? എന്താ ഒരു മിണ്ടാത്തേ? ഞാൻ എന്താ കൂട്ടരെ? അറിവാണ്. ആ അറിവ് ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആരാ ഉണ്ടാക്കണത്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യം. ആ സാന്നിധ്യമാണ് ഞാൻ. അഹം പ്രത്യഗോചര. അതിനെയാണ് ഈ ആത്മാ എന്ന് പറയുന്നത്. ഈ അറിവ് നമ്മളുടെ വേദങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എത്ര കാലം വേണമെങ്കിൽ ജീവിച്ചോളൂ, ശരീരം എൻ്റെയാണ്. ഗൃഹം എൻ്റേതെന്ന പോലെ, കാർ എൻ്റേതെന്നതുപോലെ, വസ്ത്രം എൻ്റേതെന്നതുപോലെ ശരീരവും എൻ്റേതാണ്. ഞാൻ ശരീരമല്ല. അല്ല, എല്ലാം അനുഭവിക്കുന്നവൻ, അറിയുന്നവൻ, എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്നവൻ. ഈ ഭൂമി മുഴുവനും പരന്നു കിടക്കണു, പർവ്വതം എല്ലാം കൂടി കാണുമ്പോൾ ഈ കാണപ്പെടുന്ന വസ്തുവല്ല ഞാൻ, മറിച്ച് കാണുന്നവനാണ് ഞാൻ. കാണുന്നവൻ എവിടെ? ശരീരത്തിൻ്റെ ഉള്ളിൽ, പുറത്തല്ല. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ ഇത്രമാത്രം സത്യമുണ്ടോ എന്നുള്ളൊരു അത്ഭുതമാണ് വേദം വായിച്ചാൽ നമുക്കുണ്ടാവുക. വേദത്തിനുള്ള പ്രസക്തി ഇവിടെയാണ്. ഈ വേദത്തിന് വിശേഷമാണ്. എല്ലാവരും മനുഷ്യരാണെങ്കിലും ഒരുപോലെയല്ലല്ലോ. ജൈമിനി എന്ന് പറഞ്ഞൊരു മഹർഷി വേദം വായിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ വേദം കാരകമാണെന്ന്. കാരകം എന്ന് പറഞ്ഞാൽ കർമ്മം, ക്രിയ ചെയ്യിക്കുന്നത് എന്നർത്ഥം. മാൻഡേറ്ററി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ വേദത്തിൽ പറയണതൊക്കെ ചെയ്യൂ ചെയ്യരുത്, ചെയ്യൂ ചെയ്യരുത് എന്നാണ് പറയണത്. അങ്ങനെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ശാസിക്കുന്ന ശാസനവാക്യങ്ങൾ മാത്രമേ വേദങ്ങളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെറും സ്തുതിവാക്യങ്ങളാണ്, അർത്ഥവാദങ്ങളാണ് എന്ന് പറഞ്ഞ് ജൈമിനി തള്ളി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്നാ തോന്നുന്നു. ഞാൻ ശരിയായിട്ടുള്ള സ്ഥലത്തേക്ക് വന്നില്ല എന്നുണ്ടോ? ജൈമിനി പറഞ്ഞത് ഇത് മുഴുവനും വിധി നിഷേധം എന്നുള്ള രണ്ട് രൂപത്തിൽ ശാസിക്കുന്നതാണെന്ന്. അങ്ങനെ ശാസിക്കുന്നതാണ് വേദങ്ങളെന്ന് വന്നാൽ എന്താ തകരാറ്? വേദശാസനം ആരും കേൾക്കുന്നില്ല. കോടാനുകോടി ജനങ്ങളുണ്ട് ഭാരതത്തിൽ. അതിൽ എത്ര പേര് വേദങ്ങളെ പിന്തുടരുന്നു? അധികം പേരുണ്ടാവില്ല, വിരലെണ്ണാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേദം നിഷ്പ്രയോജനവും പ്രയോജനശൂന്യവുമായില്ലേ? എന്താ മിണ്ടാത്തത്? ചെയ്യാൻ പറഞ്ഞു, ചെയ്യരുതെന്ന് പറഞ്ഞു. അത് പറയുന്നത് കേൾക്കണില്ലെങ്കിലോ? അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുടെ അമ്മയായിട്ടിരിക്കുന്ന പോലെ ആവില്ലേ ഇപ്പോൾ? അപ്പോൾ വേദത്തിന് അതൊരു ദോഷമാണല്ലോ വരിക. അങ്ങനെ ദോഷം വന്നുകൂടാ. അതുകൊണ്ട് വേദം ജ്ഞാപകമാണ്, ഉണർത്തുന്നതാണ്, ഉദ്ബോധിപ്പിക്കുന്നതാണ്, വിജ്ഞാപകമാണ്. അതാണ് വേദത്തിൻ്റെ നിർവചനം. ജൈമിനിക്ക് എന്ത് തോന്നി? അതിന് വിധിയോ നിഷേധമോ വേണം. അഹരഹസന്ധ്യാമുപാസീത. ഓരോ ദിവസവും സന്ധ്യാവന്ദനം നടത്തണം എന്ന് പറയുന്നു. കലഞ്ചം ന ഭക്ഷയേതെന്ന് പറയുന്നു. വിഷം കലർന്നിട്ടുള്ള മാംസം കഴിക്കരുത് എന്ന്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ?
നായാട്ടിന് പോകുന്ന സമയത്ത് കാട്ടിൽ പല മൃഗങ്ങളും ചിലപ്പോൾ ചെത്ത് വീണിട്ടുണ്ടാവും. അമ്പിൻ്റെ മുറിവേറ്റ് അത് ചെത്തു എന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വന്ന് തിന്നരുത്. വേടന്മാർ ചിലപ്പോൾ ആ അമ്പിൻ്റെ തുമ്പത്ത് വിഷം വെച്ചിട്ടാണ് എയ്യുക. അങ്ങനെ വിഷം കലർന്നാൽ ആ ഭക്ഷണം നിങ്ങളെ കൊല്ലുവരെ ചെയ്യും. അതുകൊണ്ട് കളഞ്ചം ഭക്ഷിക്കരുത് എന്ന്. അപ്പോൾ ഒന്നിലും നിഷേധമാണ്, പിന്നെ ഒന്നിലും വിധിയാണ്. ഈ അഹരഹസന്ധ്യാമുപാസീത യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയാത് എന്ന് പറയും. ജീവനുള്ളിടത്തോളം കാലം അഗ്നിഹോത്രം ചെയ്യണമെന്ന് ആർക്കാ സാധിക്കുക? ജീവനുള്ളിടത്തോളം കാലം. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുകയൊക്കെ കണ്ണിൽ വരും, കൈ വിറയ്ക്കും, ഓമിക്കാൻ പറ്റില്ല. പക്ഷെ വേദം പറയുന്നത് ജീവനുള്ളിടത്തോളം കാലം ചെയ്യണമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശാസനകൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതനുസരിക്കാൻ പറ്റാതെ വരുമ്പോൾ ദോഷമാർക്കുക? മലർന്ന് കിടന്നിട്ട് തുപ്പിയാൽ എവിടെയാണ് വീഴുക? മാറില്ല വരിക. അപ്പോൾ വേദങ്ങൾ സ്വയം പ്രയോജനശൂന്യമായി തീരും. അങ്ങനെ ഒരു നിർവചനം വേദങ്ങളെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ചിരിക്കാറുണ്ട്. ആമ്നായസ്യ ക്രിയാർത്ഥത്വാത് അനർത്ഥൈക്യം അതദർത്ഥാന. ഇതാണ് ജൈമിനിയുടെ സൂത്രം. ആമ്നായസ്യ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ക്രിയാർത്ഥത്വാത്, ചെയ്യൂ ചെയ്യില്ല, ചെയ്യൂ ചെയ്യരുത് എന്നിങ്ങനെ ശാസിക്കുന്ന ആ ശാസനാവാക്യങ്ങളെ വേദങ്ങളായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെറും അർത്ഥവാദം, ആത്മാവിനെ പറ്റിയും ബ്രഹ്മത്തിനെ പറ്റിയും പറയണതൊക്കെ. ശങ്കരാചാര്യർ പറയണത് എങ്ങനെയാണ്? വേദം കാരകമല്ല, ജ്ഞാപകമാണ്. വേദങ്ങളിതാ ഇന്നതാണ് കാര്യങ്ങൾ എന്ന് വെളിപ്പെടുത്തുന്നു. അറിവിച്ഛിക്കുന്ന മനുഷ്യൻ, അറിവിന് ത്രാണിയുള്ള മനുഷ്യൻ, അവനെ ഉദ്ബോധിപ്പിച്ചാൽ ആ ഉദ്ബോധനം കേട്ട് സ്വയം അതിനെ സ്വാംശീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യജന്മത്തിലുണ്ട്. അപ്പോൾ അയാളെ ഉദ്ബോധിപ്പിക്കുക മാത്രമേ വേണ്ടൂ എന്ന്. ആ വേദം ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവതത്തിലും ഉപനിഷത്തുകളിലും എല്ലാം ഉള്ളത്. വേദങ്ങൾക്ക് 4 ഭാഗമാണ്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന് 4 ഭാഗമാണ്. സംഹിത മുഴുവനും സ്തുതികളാണ്. കാണാൻ പറ്റാത്ത ദേവന്മാരെയൊക്കെ സങ്കല്പിച്ച് സ്തുതിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് ആയില്ല. എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുക? ആർക്കെങ്കിലും കൊടുത്താൽ വല്ലവരും വന്ന് കൊണ്ടുപോകുമോ? ഇപ്പോൾ ഇന്ദ്രനൊക്കെ എവിടെയാണ് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമുണ്ടോ? വരൂല്ല. അപ്പോൾ അഗ്നികുണ്ഡമുണ്ടാക്കി അത് ജ്വലിക്കുമ്പോൾ അതിലെല്ലാം ഹോമിച്ചപ്പോൾ അതെല്ലാം സ്വീകരിച്ച് അഗ്നി ദഹിപ്പിച്ച് വെണ്ണീറാക്കി. അപ്പോൾ സമാധാനമായി. അപ്പോൾ അഗ്നികർമ്മങ്ങൾ വളർന്നു വന്നു. അതുകൊണ്ടും സമാധാനം കിട്ടാതെ വന്നപ്പോഴാണ് എല്ലാം വിട്ട് കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങിയത്. അതിൽ വെളിപ്പെട്ടതാണ് ഉപനിഷത്ത് എന്ന് പറയുന്ന ഈ ഉപനിഷത്ത് സിദ്ധാന്തങ്ങൾ മുഴുവൻ. ഓരോ ഉപനിഷത്തിനും ഓരോ തരത്തിലുള്ള സെറ്റിങ്ങാണ്. ഉപനിഷത്ത് സാരത്തെയാണ് ശ്രീമദ് ഭാഗവതം അടിമുടി വിവരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവണു എന്ന് ചോദിച്ചാൽ, വേദത്തിൻ്റെ സാരം മുഴുവൻ ഉപനിഷത്തിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ അവസാന വെളിപ്പാടുകൾ മുഴുവൻ ഉപനിഷത്തിലാണ്. കർമ്മങ്ങൾ കൊണ്ട് തൃപ്തി വരാതെ ഇത്രയും കാലം കർമ്മം ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തോ അവർക്കത് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ചെയ്തു എന്നൊരു സമാധാനമേ ഉള്ളൂ. ഇപ്പോൾ ചെയ്യാനും വയ്യാൻ്റെ ആയി. അപ്പോൾ പിന്നെ ഈ കർമാനുഷ്ഠാനം കൊണ്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ലല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യന് ഒരു വിവേകം, ഒരു വൈരാഗ്യം, ഒരു നിർവേദം അനുഭവപ്പെടുക. അതാണ് ഈ ഉപനിഷത്ത് നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപനിഷത്സാരം അത് തന്നെയാണോ ശ്രീമദ് ഭാഗവതത്തിൽ നിഗമകൽപ്പതരു തന്നെയാണോ എന്ന് ചോദിച്ചാൽ, ആ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്താ പറയുന്നത്? ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ജന്മ ആദി അസ്യ യതഃ. ഇത് ബ്രഹ്മസൂത്രത്തിലുള്ള 2ാമത്തെ സൂത്രമാണിത്. ഒരു ഭാഗത്ത് ഉപനിഷത്ത്, മറുഭാഗത്ത് ഭഗവത്ഗീത, 3ാമത് ബ്രഹ്മസൂത്രം. ഇത് 3ഉം കൂടിയതാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന 3 ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥക്കൂട്ടങ്ങൾ എന്ന് പറയട്ടെ. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിലയ്ക്ക് വലിയൊരു പുറപ്പാട്, യാത്ര എന്നാണ് അർത്ഥം. ഉപനിഷത്തുകളിലാവട്ടെ, ഭഗവത്ഗീതയിലാവട്ടെ, ബ്രഹ്മസൂത്രങ്ങളിലാകട്ടെ വലിയ ഒരു യാത്ര. എന്ത് യാത്രയാ? ബുദ്ധിയുടെ യാത്രയാ, ജ്ഞാനയാത്ര. എവിടേക്കാ?
ബുദ്ധി അങ്ങോട്ട് പുറപ്പെട്ടു. ചോദ്യമായി. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ യാത്ര ചെയ്ത് ഉത്തരം കിട്ടിയിട്ടേ പ്രശമിച്ചുള്ളൂ. ഈ ചോദ്യവും ഉത്തരവും യാത്ര എവിടെയാണ് നടക്കുന്നത് എന്ന് പറയും? ശരീരത്തിൻ്റെ ഉള്ളിൽ, പുറമേ ഉള്ളതല്ല. അങ്ങനെയുള്ള പ്രസ്ഥാനം 3 എണ്ണമാണ്. ഉപനിഷത്ത് അതിൻ്റെ തുടക്കം, ആദി. മഹാഭാരതം എന്ന് പറയുന്നത് സ്മൃതിയാണ്. ഉപനിഷത്ത് ശ്രുതിയാണ്. അതിൽ ബ്രഹ്മസൂത്രം യുക്തിയുമാണ്. അതൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. ഇത് 3 കൂടി ചേർന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ പെട്ടതാണ് ഈ ബ്രഹ്മസൂത്രം. അതിലുള്ള വാക്യത്തോടു കൂടിയാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. ജന്മാദ്യസ്യ യതഃ. നിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, നിങ്ങളെ ചുറ്റി നിൽക്കുന്നുണ്ടല്ലോ. ഈ വിവരണാതീതമായി അനന്തമായിരിക്കുന്ന ഈ ദൃശ്യം, പ്രപഞ്ചം, ഇതെല്ലാം എവിടെ നിന്ന് ഉത്പത്തിയായി? ഉത്പത്തി മാത്രമല്ല, ഉത്പത്തിക്ക് ശേഷം നിലനിൽക്കുന്നു. നിലനിന്നതിന് ശേഷം അത് ഇല്ലാതെയാകുന്നു, കുറേശ്ശെ ആയിട്ടോ കൂടുതലായിട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉത്പത്തിയും സ്ഥിതി, നിലനിൽപ്പും പിന്നെ ഇല്ലാതാവലും, ഇതെല്ലാം എവിടുന്നോ ആ ഉറവിടത്തിനെയാണ് ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലേ പരമാത്മാ എന്ന് പറഞ്ഞ ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്നത്. അതേ ശ്ലോകം അവസാനിക്കുന്നതോ എങ്ങനെയാണ് അവസാനിക്കുന്നത്? സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പരം ധീമഹി. ഒന്ന് പറയൂ, ഒന്ന് പറയണപ്പോൾ എല്ലാവരും കൂടിയിട്ട്. ഇത്ര കാലമായി ഇവിടെ വരുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 3 വാക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വരണേ? സത്യം പരം ധീമഹി. പോരാ, ഒരിക്കൽ കൂടി. ആദ്യം ഇവിടെ ഞങ്ങളത് എഴുതി കാണിച്ചു കൊണ്ടിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പരമമായ സത്യത്തെ ബുദ്ധി കൊണ്ട് ഞാൻ ആലോചിച്ച് ഗ്രഹിക്കാൻ നോക്കുന്നു എന്നാണ് അർത്ഥം. പരമസത്യം, സത്യത്തിൻ്റെ പരമം എന്തിൽ നിന്നാണോ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും ഉത്പത്തിയായി നിലനിന്ന് അവസാനം ലയിച്ചില്ലാതെയാകുന്നത്, ആ പരമസത്യത്തെ വായുകൊണ്ട് കടിക്കാൻ പറ്റുമോ? വിഴുങ്ങാൻ പറ്റുമോ? അതിനെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കാനേ പറ്റുള്ളൂ. സാധാരണ കണക്കിൽ നമ്മൾ ഇൻഫിനിറ്റി, അനന്തം എന്നൊരു സംഖ്യയെ പറ്റി പറയും. അത് കാണാൻ പറ്റില്ല, ഇങ്ങനെ എഴുതി കാണിക്കുക ചെയ്യുക, 8 ഇങ്ങനെ കിടത്തിയിട്ടിട്ട്. അതുപോലെ ബുദ്ധി കൊണ്ട് വേണം ആലോചിച്ച് കണ്ടുപിടിക്കാൻ. പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം കേട്ടു, സ്വീകരിച്ചു, ഉൾക്കൊണ്ടു, അതിനെ മനസ്സിലാക്കി, ഗ്രഹിച്ചു, ആത്മസാത്കരിച്ചു, അവസാനം മുക്തി കൈവന്നു. പരീക്ഷിത്ത് ഒരൊറ്റ വ്രതം അനുഷ്ഠിച്ചിട്ടില്ല, ഒരു സ്ഥലത്തേക്ക് എണീറ്റ് പോയിട്ടില്ല, മലമൂത്ര വിസർജനങ്ങളില്ല. ശുകമഹർഷി പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. എല്ലാം പറഞ്ഞതൊക്കെ കേട്ടപ്പോഴോ സ്വാനുഭവമായില്ലോ. എന്ത് കേട്ടാലും എവിടെയാ? മനസ്സാണ് ഈ അനുഭവിക്കുന്നത്. അപ്പോൾ കേട്ടതൊക്കെ മനസ്സിൽ പതിഞ്ഞ് അവസാനം തക്ഷകൻ വന്ന് കടിക്കുമ്പോഴേക്കും ഇവിടുത്തെ നാടകത്തിൽ കാണിച്ചതുപോലെ പരീക്ഷിത്ത ഉൾത്തലത്തിൽ അമർന്ന് ചെന്ന് ലയിച്ചിരുന്നു. തക്ഷകൻ്റെ കടി ഏറ്റതൊന്നുമില്ല. അതാണ് മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്ന് ഞാൻ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച്. അപ്പോൾ അത് ഗ്രഹണമാണ് അവിടെ, അതാണ് അവിടെ വിഷയം. പരമസത്യത്തെക്കുറിച്ച് മനസ്സുകൊണ്ട് മനനം ചെയ്യുക, ബുദ്ധി കൊണ്ട് ആലോചിക്കുക, വിചാരം ചെയ്യുക. എന്നിട്ട് ആ വിചാര തീക്ഷ്ണത കൊണ്ട് വിചാരാ തീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരം പദം ദീർഘസംസാരരോഗസ്യ വിചാരോഹി മഹൌഷധം. വസിഷ്ഠദേവൻ ശ്രീരാമന് 15 വയസ്സുള്ള ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുക, തത്വവിചാരം ചെയ്യണം, തത്വമനനം ചെയ്യണം, ആലോചിച്ച് നോക്കണം. ആ ആലോചനയുടെ ഉദ്ദേശം എന്താകണം? മനസ്സ് പവിത്രമാവുക, ബുദ്ധിക്ക് ആശയത്തെളിച്ചം വരിക. ആ ബുദ്ധി എല്ലാ വിക്ഷേപങ്ങളും വിട്ട് തന്നിൽ തന്നെ ഒതുങ്ങിയിരുന്ന് വിശ്രമിച്ച് സ്വയം അനുഭവിച്ച് ഉണർന്ന് സാക്ഷാത്കരിക്കാൻ അതിന് സാധിക്കും. അതാണ് നമുക്ക് ആവശ്യം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ
ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. നമുക്കൊരു സമാപന ഓങ്കാരം ജപിച്ച് നിർത്താം. ഇതാ മുമ്പിലത്തെ കയ്യ് കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്ന് ഇരിക്കൂ, കണ്ണടയ്ക്കൂ, എന്നിട്ട് ജപിക്കൂ. ഇതാ ഓ ഓ